ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് ഈവനിങ് റൊട്ടീൻസും റെസിപ്പീസൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും കൂടി വേണം. അപ്പോൾ വൈകുന്നേരം നമുക്ക് ചായയിൽ തന്നെ തുടങ്ങാമെന്ന് കരുതി. വൈകുന്നേരം എനിക്ക് ചായ മസ്റ്റാണ്, അത് നല്ല ആസ്വദിച്ച് കുടിക്കാനാട്ടോ ഇഷ്ടം. അപ്പം ചായക്ക് കടി പപ്സാണ്. ഇനി ഞാൻ സുപ്രീം വരെ ഒന്ന് പോയിരുന്നു കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവന് എന്തൊക്കെ വന്നാലും വൈകുന്നേരം ചായ എനിക്ക് വിസ്തരിച്ച് തന്നെ കുടിക്കണം. നല്ല ചൂട് ചായ ഊതി ഊതി മെല്ലെ കുടിക്കണം. കൂടെ എന്തെങ്കിലും കുറിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് പപ്സാണ് കിട്ടിയിരിക്കുന്നത്. പപ്സ് പിന്നെ പറയാമല്ലോ, പൊതുവേ നമ്മൾ വൃത്തിയിടാക്കുന്ന ഒരു ഐറ്റമാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കടിച്ച് കുറച്ചൊക്കെ അങ്ങ് കഴിക്കും. അപ്പോൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞപ്പം വിചാരിച്ചു ഇന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന്. ഇത് ഞാൻ നേരത്തെ സൂപ്പർമിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തു. ഒരുപാട് ചെറുതായിട്ടൊന്നുമല്ല കട്ട് ചെയ്തത്, അത്യാവശ്യം വലുതായിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്തത്. കുക്ക് ചെയ്തിട്ട് നമുക്കത് മിക്സിയിലിട്ടൊക്കെ അരയ്ക്കാനുള്ളതല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റിൽ തന്നെ ക്യാമറ ഓൺ ആയില്ല കേട്ടോ, അതുകൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോയതും. എപ്പോഴും പണിയാണ് കേട്ടോ എനിക്ക് കിട്ടുക, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത്രയ്ക്ക് സോഫ്റ്റ് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കോരി മാറ്റുവാണ്. ഇനി അതേ ബട്ടറിലും എണ്ണയിലും തന്നെ നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ പൂവ്, ഒരു ഏലക്ക, കുറച്ച് ജീരകവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെട്ടത്തിന് അത്യാവശ്യം കുറവ് കാണും, കാരണം ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കാണാം നല്ല ഇടിയും മിന്നലൊക്കെ ആയി. അപ്പോഴത്തേക്ക് വെട്ടമൊക്കെ അങ്ങ് മങ്ങി തുടങ്ങി. എന്തായാലും നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയതല്ലേ, അതിപ്പോൾ നിർത്തണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞാനങ്ങ് തുടർന്നു. അപ്പോൾ അത് സവാളയൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൽ കുറച്ച് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു മുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 12 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതൊന്ന് കുറുകി നല്ല തിക്കായിട്ട് ഇരിക്കത്തുള്ളൂ. അതുമാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും ആട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്ന എല്ലാ കറിക്കും. നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മധുരത്തിന് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു ചെറിയ മധുരമൊക്കെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ട് ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മളെല്ലാം അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം ചട്ടിയിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എങ്കിൽ ഇത് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി കിട്ടത്തുള്ളൂ. നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ, ഒരു 10 മിനിറ്റോളം ആ ഗ്രേവിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പനീറിലോട്ട് വരട്ടെ.
ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പോളം ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ലാതെ വന്നാൽ ആരും വിഷമിക്കേണ്ട, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഫ്രഷ് ക്രീം കിട്ടുവാണെങ്കിൽ എന്തായാലും അത് തന്നെ ഒഴിക്കാം കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എനിക്ക് മിക്കപ്പോഴും ഇത് കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഉണ്ടായി കഴിക്കും, മടിയുള്ള ദിവസം വാങ്ങിയും കഴിക്കും കേട്ടോ. ഇന്ന് ഞാൻ ഇത് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്ക് അയക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.